ഹരിയാനയിലെ സോനിപട്ടിൽ ഒ.പി. ജിൻഡാൽ സർവകലാശാലയിൽ പെൺ സുഹൃത്തിനെ സൂട്ട് കേസിലാക്കി ഹോസ്റ്റലിലേക്ക് കടത്താൻ ശ്രമം. ബോയ്സ് ഹോസ്റ്റലിലെ സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. സൂട്ട് കേസ് ഉരുട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ ബമ്പിൽ തട്ടിയപ്പോൾ പെൺകുട്ടി കരഞ്ഞതോടെയാണ് നീക്കം പാളിയത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ബസന്ത് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ഒരു പെൺകുട്ടി എങ്ങനെ സൂട്ട് കേസിൽ കൊണ്ടു എന്നുള്ളത് തന്നെ കൗതുകമാണ്. ഈ സാധാരണ ഇങ്ങനെ പരിശോധനയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇത് ഈ പെൺകുട്ടി സൂട്ട് കേസിനുള്ളിലാക്കി ഈ ട്രോളി ബാഗ് കൊണ്ടുവരവെയാണ് ഇപ്പോൾ ഹോസ്റ്റലിലെ ഗാർഡ് ഇത് കണ്ടെത്തുകയും പിടിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒ.പി. ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ബോയ്സ് ഹോസ്റ്റലിലേക്ക് തന്റെ പെൺ സുഹൃത്തിനെ ഈ സൂട്ട് കേസിലാക്കി കൊണ്ടുവരവെയാണ് ഒരു ബമ്പിൽ ഇത് കയറി ഇറങ്ങിയപ്പോൾ പെൺകുട്ടി കരഞ്ഞപ്പോൾ ഈ ഗാർഡിന് സംശയം തട്ടി തടഞ്ഞു വെക്കുകയും സൂട്ട് കേസ് തുറക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയെ ഇതിന്റെ അകത്ത് ചുരുണ്ടുകൂടിയിരിക്കുന്നത് കണ്ടെത്തിയത്. ഇത് പെൺകുട്ടി ആരാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവിടെ പരിശോധനകൾ നടന്നു. ഈ ഒപ്പമുള്ള ആൺ സുഹൃത്തിനെ യൂണിവേഴ്സിറ്റി അധികൃതർ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഇതിന് പിറകിലുള്ളത് എന്നുള്ള സംഭവം അറിയുന്നു. സർവകലാശാല ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഈ വിദ്യാർത്ഥിക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നുള്ളൊരു കാര്യവും വ്യക്തമല്ല. ഏതായാലും ഹോസ്റ്റൽ വാർഡനും ഹോസ്റ്റലിലെ വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ കൂടെ ചേർന്നാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തി പെൺകുട്ടിയെ അടങ്ങുന്ന ഈ സൂട്ട് കേസ് കണ്ടെത്തിയത്. എന്തായാലും ഇതൊരു ചെറിയ സംഭവമാണ്. പക്ഷേ ഈ വിഷ്വലും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് രാജ്യവ്യാപകമായി തന്നെ കൗതുക വാർത്തയായി ഈ വാർത്ത കറങ്ങി നടക്കാൻ സാധ്യതയുണ്ട്. മലയാളത്തിലൊരു സിനിമയുണ്ട്, അടി കപ്പ്യാരെ കൂട്ടമണി. ഒരു ഹോസ്റ്റലിൽ നമിത പ്രമോദ് അവതരിപ്പിച്ച വനിതാ കഥാപാത്രം എത്തുകയും ധ്യാൻ ശ്രീനിവാസനൊക്കെ അഭിനയിച്ച സിനിമയാണ്. അതിൽ പോലും ഇങ്ങനെ സ്യൂട്ട് കേസിലൊന്നും കയറ്റി ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുന്നത് കാണിച്ചിട്ടില്ല. എങ്ങനെ ഈ ശ്വാസം കിട്ടാതെ എത്ര നേരം ഇരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ഇതിപ്പോൾ നവമാധ്യമങ്ങളിലൂടെ രാജ്യം എങ്ങും എത്തിയിട്ടുണ്ടാവും. വിദ്യാർത്ഥികൾ തന്നെയാണോ? ഒരാളെന്തായാലും വിദ്യാർത്ഥിയായിരിക്കും, കാരണം അദ്ദേഹത്തിന് ഹോസ്റ്റൽ അഡ്മിഷൻ വിദ്യാർത്ഥിയാണെങ്കിലേ കിട്ടുകയുള്ളല്ലോ. ഈ സ്യൂട്ട് കേസിൽ വന്ന ആളാരാണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? അഭിലാഷ് നേരത്തെ പറഞ്ഞാണ്, നമുക്ക് ആ മലയാള സിനിമ തന്നെയാണ് ഇതിൽ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് പെൺ സുഹൃത്തിനെ കൊണ്ടുപോകുന്ന ആ ഒരു സിനിമ. പക്ഷെ ഇതിലിപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളത് ഇത്രയും വലിയൊരു സൂട്ട് കേസിന്റെ അകത്ത് ഈ പെൺകുട്ടി എങ്ങനെ ചുരുണ്ടു കൂടിയിരുന്നു എന്നുള്ളതാണ് ഇത്രയും നേരം. മാത്രമല്ല നേരത്തെ പറഞ്ഞ ശ്വാസം കിട്ടാതെ ഇരുന്നിട്ടുണ്ടാകുമോ, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോ പരിശോധന വിധേയമാക്കേണ്ടത്. ഏതായിരുന്നാലും പിന്നെ ഈ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന വിദ്യാർത്ഥി ഇപ്പോൾ ജിൻഡാൽ സർവകലാശാലയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിപ്പോ വീഡിയോ വളരെ വലിയ തോതിൽ വൈറലായിരിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ തോതിലുള്ള ഈ മീമുകളും തമാശകളും ഒക്കെ ഇതിന്റെ ഭാഗമായി ഇറങ്ങുന്നുണ്ട്. അതായത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ കൊണ്ടുവരുന്ന ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് ഹോൾ ഓഫ് ഫെയിമിൽ പോകേണ്ട സാധനം ഒരു വീഡിയോ ആണ് എന്നൊക്കെയുള്ള തമാശകൾ വരുന്നുണ്ട്. എന്തായാലും അവരുടെ രണ്ടുപേരുടെയും മുഖം കാണിക്കാതിരിക്കുക എന്നുള്ളത് ഉചിതമായ കാര്യമാണ്, കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ ഇത് വേണമെങ്കിൽ നാളെ ഒരു നല്ല പ്രേരണ. അതെ, പ്രണയത്തിന് വേണ്ടി ഇത്രയൊക്കെ ഒരു സ്യൂട്ട് കേസിനകത്ത് ശ്വാസമില്ലാതെ ഇരിക്കാൻ പോലും തയ്യാറായ പെൺകുട്ടി എന്നുള്ള മട്ടിൽ എന്താ പറയുക, ആ നിലയ്ക്കും ചർച്ച നടക്കാം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഓടാനുള്ള ഒരു വിഭവമായി ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.